നാളെ ഈദുൽ ഫിത്ർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. നാളെ ഈദുൽ ഫിത്ർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് പാളയം ഇമാമിന്റെ പ്രഖ്യാപനമാണ്. അതോടൊപ്പം തന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തുടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി അടക്കമുള്ള ഇവിടെയുള്ള എല്ലാ ഇമാമുമാരുടെയും സംയുക്തമായിട്ടുള്ള തീരുമാനവും പ്രഖ്യാപനവുമാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നാളെ ഈദുൽ ഫിത്ർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഓക്കെ. സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ ആയിരിക്കും എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ. പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടു. അതുകൊണ്ട് തന്നെ ചെറിയ പെരുന്നാൾ നാളെ ആയിരിക്കും. റിയാസ് KMRലേക്ക് എത്തുകയാണ്. റിയാസ്, നാളെ ചെറിയ പെരുന്നാൾ ആണ് എന്നുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടു. അതിന്റെ പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ഫിജി, അല്പസമയം മുൻപാണ് പൊന്നാനിയിൽ മാസപ്പിറവി കണ്ട വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെന്ന് നമ്മൾ തന്നെ. എന്നാൽ ഇപ്പോൾ അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പൊന്നാനിയിൽ പാണക്കാട് സാദിഖ് അലി നാളെ ചെറിയ പെരുന്നാൾ ആയിരിക്കുമെന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ വിശ്വാസികളുണ്ട്, അവരും ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. അവരും ഇപ്പോൾ തക്ബീർ ധ്വനികളെല്ലാം തന്നെ മുഴക്കിക്കൊണ്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് നാളെ ഇപ്പോൾ ചെറിയ വളരെ സന്തോഷത്തിലാണ്. 29 ദിവസം റമളാൻ പൂർത്തിയാക്കി 30 നോമ്പ് കിട്ടും പ്രതീക്ഷിച്ചു. വളരെ സന്തോഷമാണ്. പൊന്നാനിയിൽ ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടതായി പാണക്കാട് സൈദൽ അലി ശബ്ദങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സന്തോഷം. ഈദ് മുബാറക്. എന്തായാലും ആദ്യത്തെ ഈദാശംസ തന്നെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരുണ്ട്. എന്തായാലും നമ്മൾ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കാത്തിരുന്നെങ്കിലും പൊന്നാനിയിൽ കണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്? പ്രാവശ്യത്തെ കാണൽ പൊന്നാനിക്കാണ് വിട്ടുകൊടുത്തത്. അതായത് നോമ്പിൻ്റെതും ഇപ്പം പെരുന്നാളിൻ്റെതും കാണാൻ വേണ്ടി പോലെ ഏൽപ്പിച്ച്. ഇനി അടുത്ത നമുക്ക് നോക്കാം. എന്തായാലും ഈ തക്ബീർ തന്നെ ഈ പള്ളിയിൽ നിന്നും മുഴങ്ങും എന്നുള്ള സംബന്ധിച്ച് ഒരു ആഘോഷത്തിന്റെ ദിനമാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇസ്ലാമികളെ സംബന്ധിച്ച് 2 ആഘോഷങ്ങളാണുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാളാണ്, മറ്റൊന്ന് വലിയ പെരുന്നാളാണ്. ചെറിയ പെരുന്നാൾ ഇത്തവണ 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇവിടെ വിശ്വാസി സമൂഹം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. നമുക്ക് കാണാം ഇവിടെ കാപ്പാട് നൂർ ജുമാ മസ്ജിദിന് മുൻപിൽ ആളുകൾ തടിച്ചുകൂടിയ ഒരു കാഴ്ച. ഇവിടെ വിവിധ ജാതി മതസ്ഥരായ ആളുകളും ഉണ്ട്. നാളെ പെരുന്നാളാണോ എന്ന കാര്യം അറിയാനൊക്കെ വന്ന ആളുകളുണ്ട്. എന്തായാലും നാളെ ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് ഇനിയിപ്പോൾ ഇതാ കുട്ടികൾ ഉൾപ്പെടെ വലിയ സന്തോഷത്തിലാണുള്ളത്. എങ്ങനെയാണ് നാളെ ഇപ്പൊ പെരുന്നാളാണല്ലേ? അതിന്റെ സന്തോഷത്തിലാണോ? അതെ. പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയോ? അതൊക്കെ നേരത്തെ വാങ്ങി. അങ്ങനെയുണ്ടല്ലേ. എന്തായാലും ഇപ്പോ ഇവിടെ കാപ്പാട് സാധാരണ അങ്ങനെയാണ് ഇവിടെ പ്രാദേശികമായി പറയുക. മാസപ്പിറ എന്നതിനപ്പുറത്തേക്ക് നിലാവ് കണ്ടു കഴിഞ്ഞാലുള്ള ഒരു സന്തോഷമുണ്ട്. ഈ ശവ്വാൽ പിറ കണ്ടതിൻ്റെ സന്തോഷം അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങേയറ്റം വലിയൊരു സന്തോഷമാണ്. ഒപ്പം മറ്റൊരു വേദന, ഏറ്റവും പുണ്യകരമായൊരു മാസം വിട പറയുന്നു എന്നൊരു വേദന. ഇത്തവണ 30 നോൻപ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വേദന. ഇവിടെ കാപ്പാടുള്ള ഒരു മുതിർന്ന ഒരു വ്യക്തിയുണ്ട്. എങ്ങനെ ഉണ്ട് ഇപ്പോൾ? എന്തായാലും ചെറിയ പെരുന്നാളാണ് നാളെ. എങ്ങനെയാണ് നാളത്തെ ആഘോഷങ്ങളൊക്കെ? വളരെ സന്തോഷമുണ്ട്. പിന്നെ ആഘോഷം ഒന്ന് നഷ്ടപ്പെട്ടതിൽ ഒരു ചെറിയൊരു സന്തോഷക്കുറവുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഉഷാർ തന്നെ. അതായത് റമദാൻ വിട പറയുന്നതിൻ്റെ ഒരു വേദനയുണ്ട്. ആ ഒരു വേദനയാണ്. 29 ആയതുകൊണ്ട്. അതാ ഇവിടെ തക്ബീർ ധ്വനികൾ മുഴങ്ങുകയാണ് ഇവിടെ പള്ളിയിൽ. നമുക്ക് അത് കേൾക്കാം. അതെ, പൊന്നാനിയിലാണല്ലേ? അതെ. റിയാസ്, എന്തായാലും റിയാസിന് എൻ്റെ വക പെരുന്നാൾ ആശംസകൾ നൽകുകയാണ്. ഈദ് ആശംസകൾ നൽകുന്നു.
ഒപ്പം എങ്ങനെയാണ് പെരുന്നാൾ നാളെ ആഘോഷിക്കപ്പെടുക? പള്ളിയിലെ പ്രധാന ചടങ്ങുകൾ എങ്ങനെയാണ്? വിശ്വാസ സമൂഹം എങ്ങനെ ഒത്തുകൂടും? അവർ എങ്ങനെ പെരുന്നാൾ ആശംസകൾ നേരും? അതൊക്കെ അറിയാനാണ് താല്പര്യം. ഫിജി, എന്നോടാണോ ചോദ്യം? തീർച്ചയായും റിയാസിനോടാണ്. പെരുന്നാൾ ആശംസകളും നേരുന്നു. തീർച്ചയായും. അതായത് നാളെ ഇപ്പോൾ പെരുന്നാളാണ്. ഇനിയിപ്പോൾ ഉള്ളത് വിശ്വാസികളെ സംബന്ധിച്ചുള്ളത് തക്ബീർ ധ്വനികൾ മുഴക്കുക എന്നുള്ളതാണ്. കാപ്പാട് നൂർ ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നു. എൻ്റെ ഈ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ വിശ്വാസികൾ ആഹ്ലാദപൂർവ്വം അത് കൊണ്ടാടുന്നു. ഇനിയിപ്പോൾ ഫിത്ർ, സക്കാത്ത്. ശരി റിയാസ്, ഞാൻ തിരിച്ചെത്താം. പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം, പാളയം പള്ളിയിലേക്ക് പോകാം. വിഷ്ണു ചേരുന്നു. വിഷ്ണു, പറഞ്ഞോളൂ. എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. വിശ്വാസികൾ 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ ചൈതന്യവുമായിട്ട് നാളെ ഈദ് മുസല്ലയിലേക്ക് നീങ്ങുകയാണ്. കേവലമായ ആഘോഷം എന്നതിനപ്പുറത്ത് അള്ളാഹുവിലേക്കുള്ള, ദൈവം തമ്പുരാനിലേക്കുള്ള ആനന്ദത്തോടുകൂടിയുള്ള മടക്കമാണ്. റമദാനിലെ ചൈതന്യം നിർവഹിക്കാൻ കഴിഞ്ഞതിലെ ആനന്ദമാണുള്ളത്. റമദാനിൽ ദൈവത്തോട് കൂടുതൽ സമീപിക്കുവാൻ, കൂടുതൽ ദൈവസ്ഥരാവാൻ കഴിഞ്ഞതിലെ ഒരു വല്ലാത്തൊരു സന്തോഷവും അതുപോലെ തന്നെ അവരുടെ പാപമോചനവും അതുപോലെ തന്നെ നരകമോചനവും ഒക്കെ സാധ്യമായി എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വിശ്വാസി സമൂഹം ഈദ്ഗാഹുകളിലേക്കും ഈദ് മുസല്ലകളിലേക്കും എല്ലാം തന്നെ മസ്ജിദുകളിലേക്കുമെല്ലാം തന്നെ നാളെ പുറപ്പെടാനിരിക്കുന്നത്. അതുകൊണ്ട് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ, കക്ഷിരാഷ്ട്രീയ ചിന്തകളില്ലാതെ എല്ലാവരുമായും ഈദിന്റെ സന്തോഷവും ഈദിന്റെ പരസ്പര സ്നേഹവും പങ്കിടുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരു ഈദ് ദിനത്തിൽ ചില കുട്ടികൾ വന്ന് പാട്ടുപാടുകയാണ്. ഇത് കേട്ട് പ്രവാചകന്റെ ശിഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് നിങ്ങൾക്ക് പ്രവാചകന്റെ വീട്ടിലാണോ നിങ്ങളുടെ പാട്ടും ബഹളവുമെല്ലാം? ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂബക്കർ, ഇത് നമ്മുടെ ആഘോഷ ദിനമാണ്, ഈദിന്റെ ദിനമാണ്. അവർ അവിടെ സന്തോഷിക്കട്ടെ, അവർ ആനന്ദിക്കട്ടെ, അവർ പാട്ടുപാടട്ടെ. അതുകൊണ്ട് ദീനിന്റെ നിയമങ്ങൾ, ദീനിന്റെ പരിധികൾ പാലിച്ചുകൊണ്ടുള്ള എല്ലാവിധ സന്തോഷങ്ങളിലും എല്ലാവിധ ആഹ്ലാദങ്ങളും എല്ലാം തന്നെ നമുക്കാകാവുന്നതാണ്. അതുപോലെ തന്നെ അയൽപക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അതുപോലെ പരസ്പരമുള്ള കുടുംബ സന്ദർശനങ്ങൾ, ഇതെല്ലാം തന്നെ നടക്കേണ്ടുന്ന ദിനമാണ് ഈദിന്റെ ദിനം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള ഈദിന്റെ ആനന്ദങ്ങളും സന്തോഷങ്ങളും നേരുന്നു. ഈദ് മുബാറക് വകുല്ലു ആം വ അൻതും ബിഖൈർ. ഈദുൽ ഫിത്തർ ഇപ്പോൾ വിഷ്ണു തുടർന്നോളൂ. എങ്ങനെയായിരിക്കും പാളയം പള്ളിയിലെ ചടങ്ങുകൾ? നാളെ പ്രാർത്ഥനാ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ചെറിയ പെരുന്നാൾ നാളെയാണ് എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. വിഷ്ണുവിന് പ്രത്യേകം ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഒപ്പം പള്ളിയിലെ ചടങ്ങുകൾ, പ്രാർത്ഥനകൾ എങ്ങനെയാവും? ഫിജിക്കും ഈദുൽ ഫിത്തർ ആശംസകൾ. ഇപ്പോൾ പാളയം ഇമാം സുഹൈബ് മൗലവിയാണ് ഈദുൽ ഫിത്തർ ആശംസകൾ നൽകിയത്. നാളെ രാവിലെ 7 മണിയോടെ തന്നെ പാളയത്ത് ഇതുമായി ഈ ഈദ്ഗാഹ് തയ്യാറാകും. അതോടൊപ്പം തന്നെ നിരവധി വിശ്വാസികളാണ് നമസ്കരിക്കാനായി നാളെ എത്തുന്നത്. അതിനായുള്ള എല്ലാ പരിപാടികളും നേരത്തെ തന്നെ എല്ലാം സജ്ജീകരണങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അത് ഇന്ന് പിറ കണ്ട് നാളെ ഈദുൽ ഫിത്തർ ആയിരിക്കണമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു ഏത് വിശ്വാസിക്കും ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായി നാളെ നടക്കേണ്ട ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും കൃത്യസമയത്ത് കൃത്യമായി തന്നെ നടക്കും. ഈദ്ഗാഹ് ഇവിടെ സംഘടിപ്പിക്കും. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിക്കുന്നത്. പാളയം പള്ളിയുടെ തൊട്ട് അടുത്ത് തന്നെയാണ്. ഏതായാലും അതിനുള്ള എല്ലാ വിശ്വാസികളെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് പാളയം ഇമാം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തോടെ തന്നെ ആ ഒരു നിഷ്ഠമായ ഒരു വ്രതം അവസാനിക്കുകയാണ്. 29 ദിവസത്തെ വ്രതത്തിന് ശേഷമാണ്, നോമ്പ് കാലത്തിന് ശേഷമാണ് ഇന്ന് പിറ കണ്ടിരിക്കുന്നത്. നാളെ അതുകൊണ്ട് വലിയ ചെറിയ പെരുന്നാൾ ആഘോഷമായിരിക്കും. ഇപ്പോൾ എബി തോമസ് ചേരുന്നുണ്ട് സെൻട്രൽ ജുമാ മസ്ജിദിൽ നിന്ന്, കൊച്ചിയിൽ നിന്നും. എബി, ചെറിയ പെരുന്നാൾ ആശംസകൾ, ഈദാശംസകൾ നേരുകയാണ്. എന്തൊക്കെയാണ് പള്ളിയിലെ കാര്യങ്ങൾ? പ്രാർത്ഥനാ ചടങ്ങുകൾ എപ്പോൾ നാളെ തുടങ്ങും? എങ്ങനെയാണ് ഈദ്ഗാഹുകളും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നത്? കൊച്ചിയിലെ വിവരങ്ങൾ എന്താണ്? ഫിജി, ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ ഫിജിക്കും തിരിച്ചു നേരുകയാണ്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് വിശ്വാസികളൊക്കെയും തന്നെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഫിജി പറഞ്ഞ പോലെ സെൻട്രൽ ജുമാ മസ്ജിദിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ ഉസ്താദ് നമ്മോടൊപ്പം ഉണ്ട്. ചെറിയ പെരുന്നാളാണ് നാളെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ആശംസ എങ്ങനെയാണ്? ചെറിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ ത്യാഗത്തിൻ്റെ ഒരു അനന്തര പരിസമാപ്തിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് മാനസികമായിട്ടൊരു വളരെ സന്തോഷമുള്ളൊരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മുസ്ലിം സമൂഹത്തിനും ഒരു ഭീതിയും
അനുഭവപ്പെട്ടിരിക്കുന്നൊരവസ്ഥ കൂടിയാണ്. അതിനൊക്കെ ഒരു പരിഹാരങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണം. അതാണ് നമുക്ക് ആഗ്രഹം. അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പെരുന്നാൾ. അതെ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും സ്നേഹത്തിൻ്റെയൊക്കെ ഒരു വലിയ സന്തോഷം അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒരു മാസത്തെ നമ്മുടെ വലിയ ഒരു കൂട്ടായ്മയുടെ വലിയ ഒരു സന്തോഷത്തോടെ നമുക്ക് കടന്നു പോയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ നിമിഷമാണ്, നിമിഷം തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എങ്ങനെയാണ് അതിൻ്റെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും, ഒപ്പം ഈദ്ഗാഹ് ഉൾപ്പെടെ രാവിലെ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? രാവിലെ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ 8 മണിക്ക് പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതാണ്. 8 മണിയൊന്ന് വേണ്ട ഒരു 8:30 അതിൻ്റെ പരിസമാപ്തിയാവും. പിന്നെ ആളുകളൊക്കെ ഒരേ പ്രവൃത്തിയിലേക്ക് വ്യാപിക്കും. സക്കാത്ത് കൊടുക്കലൊക്കെ ഉണ്ടാവും. കൊടുക്കൽ ഇന്ന് മാസം കാണുന്നതോടുകൂടി സക്കാത്ത് കൊടുക്കും. അതായത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുന്നേ തന്നെ സക്കാത്ത് കൊടുത്ത് തീർക്കണം. ഫിത്ർ സക്കാത്ത്. മറ്റുള്ള സക്കാത്തുകളൊക്കെ എല്ലാ സമയത്തും കൊടുക്കും. ഫിത്ർ സക്കാത്താണ്, അത് നോമ്പിന് പ്രായച്ചിത്തമായിട്ട് കൊടുക്കുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക. പ്രായച്ചിത്തം, അതെ, ഓക്കെ. എന്തായാലും ഫിജി വലിയൊരു സന്തോഷത്തിന്റെ കൂടി സമയമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭീതിയൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, പങ്കുവെക്കലിന്റെ ഒക്കെ ഒരു മാസമാണ് കടന്നു പോകുന്നത്. അതിന്റെ പരിസമാപ്തിയിലാണ് പെരുന്നാൾ എത്തുന്നത് എന്നുള്ളത് വലിയ ഒരു സന്തോഷം തന്നെ നൽകുന്ന കാര്യമാണ്. ഒപ്പം തന്നെ 30 നോമ്പ് പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ ഒരു വേദന ചിലരെങ്കിലും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ പെരുന്നാളിന്റെ സന്തോഷത്തിലേക്ക് കടക്കുക തന്നെയാണ്. എന്തായാലും നാളെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതിനുള്ള പ്രത്യേക നിസ്കാരത്തിന് ഈദ്ഗാഹിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ 2 ഇടങ്ങളിലാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് മറൈൻ ഡ്രൈവിൽ, ഒന്ന് നെഹ്റു സ്റ്റേഡിയം പരിസരത്തുമാണ്. അങ്ങനെ 2 ഇടത്താണ് വിപുലമായ രീതിയിൽ തന്നെ ഈദ് നിസ്കാരത്തിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ തന്നെ അവിടേക്ക് വിശ്വാസികളെ എത്തും. തുടർന്ന് അരമണിക്കൂർ സമയം ത്തിനുള്ളിൽ അത് പൂർത്തിയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ കടന്നു പോകുന്ന ഒരു നിമിഷത്തിലാണ് ഈ വിശ്വാസികൾ കടന്നു പോകുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇവർ പരസ്പരം ഉള്ള ആശംസകളൊക്കെ തന്നെ നമ്മളിവിടെ കാണുകയും ഉണ്ടായി. അങ്ങനെ പരസ്പരം പെരുന്നാളിൻ്റെ ആശംസകൾ പങ്കുവെച്ചുകൊണ്ട്, സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഈ ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. ശരി എബി, എന്തായാലും ആഘോഷ നിറവിലേക്ക് എത്തുന്നു. പെരുന്നാൾ ആഘോഷം ഇപ്പോൾ തുടങ്ങിക്കഴിയും. പ്രാർത്ഥന നിർഭരമായ നിമിഷങ്ങളിലൂടെ തുടർന്നും കടന്നു പോകും. നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. റിയാസ് ചേരുന്നു വീണ്ടും. റിയാസ്, പെരുന്നാൾ വിശേഷങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ, പറഞ്ഞോളൂ. തീർച്ചയായും ഫിജി, എന്തായാലും പെരുന്നാളിൻ്റെ വിശേഷങ്ങളുണ്ട്. നാളെ വ്യക്തിപരമായും പെരുന്നാളുണ്ട്, അല്ലാതെയും പെരുന്നാളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് ആഘോഷിക്കണം. എന്തായാലും ഈ പെരുന്നാളിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇപ്പോൾ കാപ്പാട് നൂർ ജുമാ മസ്ജിദ് ഖതീബ് കൂടിയായിട്ടുള്ള ബഷീർ സഖാഫി ചേരുകയാണ്. അങ്ങനെ ചെറിയ പെരുന്നാളാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെറിയ പെരുന്നാളിലെ ചടങ്ങ്? അനുബന്ധിച്ച് ഫിത്ർ സക്കാത്ത് ഇനി അതാണ് സൂര്യൻ അസ്തമിച്ചത് മുതൽ ആണ് അതിൻ്റെ സമയമാകുന്നത്. അതുമുതൽ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ് അത് ഫിത്ർ സക്കാത്ത് നിർവഹിക്കൽ. അതേപോലെ അതിനുശേഷം പെരുന്നാൾ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കുടുംബങ്ങളിലും അയൽവാസികളിലുമായി നമ്മൾ ബന്ധങ്ങൾ ചേർക്കുക. അതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് നമ്മോട്, നോമ്പ് എന്താണ്, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, മാസം കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിശ്വാസികളായ ആളുകൾ നമ്മുടെ ഓരോ ബീച്ചുകളിലും കടപ്പുറങ്ങളിലും ഒരുമിച്ച് കൂടി മാസം ദർശിക്കാൻ വേണ്ടി കാത്തിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മുടെ നാളത്തെ പെരുന്നാൾ സന്തോഷത്തിലായി കഴിയാനുള്ള എല്ലാവിധ തൗഫീഖും നൽകുമാറാവട്ടെ. പള്ളിയിലാണ് നിസ്കാരം. ഇവിടെ ഈദ്ഗാഹുകൾ കുറവാണ്, പക്ഷേ ഇവിടെ പള്ളികളിലാണ്. ധാരാളം പള്ളികളുണ്ട്, അധിക പള്ളികളിലും നിസ്കാരമുണ്ട്. കാപ്പാട് ഒരു പഴയ ഇസ്ലാമിക കേന്ദ്രം കൂടിയാണ്. അതായത് 2-ാം പൊന്നാനി എന്ന് അറിയപ്പെടുന്ന പഴയ ജുമാഅത്ത് പള്ളി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. അവിടെയാണ് ഖാദിയാരുടെ ആസ്ഥാനമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. എന്തായാലും അദ്ദേഹം എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ചെറിയ പെരുന്നാളിൻ്റെ ഒരു ചടങ്ങുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയാണ്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള ഫിത്ർ സക്കാത്ത് നൽകുന്ന, അതായത് ഓരോ ശരീരത്തിനും ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് ശരീരത്തിൽ അധിഷ്ഠിതമായ ദാനധർമ്മം എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും ഓരോ വിശ്വാസിയും ആ നാട്ടിലുള്ള ഏറ്റവും
ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് എന്താണോ ആ നാട്ടിലെ ഭക്ഷണ വസ്തു അത് സക്കാത്തായി നൽകണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അളവുമുണ്ട്. ആ ഇത്ര അളവ് ഭക്ഷണ വസ്തു, കേരളത്തെ സംബന്ധിച്ച് അത് അരിയാണ് പ്രധാനപ്പെട്ട ആഹാര വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അരി ആഹാരമാണ് നൽകുന്നത്. അത് ചെറിയ പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഓരോ വീടുകളിലും എത്തിക്കണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രവാചകൻ പറയുന്നത്, പെരുന്നാൾ ദിവസം ഒരു വിശ്വാസി പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വിശ്വാസികളിലേക്കും ഈ ഒരു ആഘോഷം എത്തിക്കുക, എല്ലാവരിലേക്കും ഈ ഒരു ആഘോഷത്തിൻ്റെ സന്ദേശം എത്തിക്കുക, ഒപ്പം പട്ടിണി കിടക്കുന്നവൻ്റെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ഫിത്തർ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് നാളെ രാവിലെ പള്ളിയിലേക്ക് പോകുന്നു, പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് കുടുംബ സമേതമുള്ള ഒരു പള്ളിയിലേക്ക് പോകുന്നു. അവിടെ 2 റക്അത്ത് എന്നാണ് പറയുക, ആ നിസ്കാരം നിർവഹിക്കുന്നു. അതിനുശേഷം ചെറിയ പെരുന്നാൾ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് നേരെ പിന്നീട് ഖതീബുമാരുടെ ഖുതുബ പ്രസംഗമുണ്ടാകും. അതിൽ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കും. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാനുള്ള എല്ലാ നിയന്ത്രണങ്ങളോടുകൂടിയും അതേസമയം ഈ സാഹോദര്യം നിലനിർത്തിക്കൊണ്ടുള്ള ആഘോഷങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു ഉത്ബോധനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് സ്വാഭാവികമായും പ്രാർത്ഥനകൾ ഉണ്ടാകുന്നു. മരണപ്പെട്ടുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഒപ്പം മരിച്ചവരുടെ ഖബറിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ബന്ധുക്കളുടെയും അല്ലെങ്കിൽ ഉറ്റവരുടെയും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നേരെ വീടുകളിലേക്ക് ചെന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അത് ആഘോഷിക്കുന്നു. ഒപ്പം തന്നെ സുഹൃത്ത് ഭവനങ്ങളും ബന്ധുഭവനങ്ങളും ഒക്കെ സന്ദർശിച്ച് നമ്മുടെ നാട്ടിലെ ഒരു സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടിയാണ് ഈ ചെറിയ പെരുന്നാളിനി സാക്ഷിയാവുക. ഫിജി. ശരി റിയാസ്, എന്തായാലും ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് വിശ്വാസ സമൂഹം കടക്കുകയാണ്. റിയാസിന്റെ ആഘോഷം എന്താണ് നാളെ? എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. കുടുംബത്തിനും റിയാസിനും ഫസ്നയ്ക്കും കുഞ്ഞിനും ഒക്കെ ആശംസകൾ. ഒപ്പം റിയാസ് നാളെ ലീവ് എടുക്കുകയാണോ പെരുന്നാൾ ആഘോഷത്തിന്? തീർച്ചയായും വിജി, എന്തായാലും ചെറിയ പെരുന്നാൾ എൻ്റെ ആഘോഷം ഇവിടെ കോഴിക്കോട് നല്ലളത്തുള്ള വീട്ടിലാണ്. എൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ രാവിലെയുള്ള ആഘോഷം അവിടെ നിന്നും അരീക്കാടാണ്. അവിടെ ഒരു പള്ളിയിൽ പോയി ചെറിയ പെരുന്നാളൊക്കെ നിസ്കരിച്ച് നേരെ കുടുംബസമേതം ഭാര്യയും എൻ്റെ മകളുണ്ട് ഫൈഹ, മകളെയും ഭാര്യ ഫസ്നയൊക്കെ കൂട്ടി നേരെ കണ്ണൂർ തളിപ്പറമ്പിനടുത്തുള്ള പൂമംഗലം, അതാണ് എൻ്റെ സ്വദേശം, അവിടെ വീട്ടിലേക്ക് പോയി. അവിടെ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരുടെ കൂടെ വൈകിട്ടോടുകൂടി പെരുന്നാൾ ആഘോഷിക്കണം. ഒരു ഒത്തൊരുമ എല്ലാവരും ഉണ്ടാകണം. പഴയ കാലങ്ങളിലെ ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ട് ആഘോഷിച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരാൾ പറഞ്ഞതുപോലെ ഒരു ഗ്രഹാതുരത്വമായ ഒരു ഓർമ്മകളാണ് കാപ്പാട് നിന്നും നിലാവ് കണ്ടു എന്ന് അറിയിക്കുന്നത്. അതേ കാപ്പാട് ഈ വർഷം നേരിട്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ചരിത്രം തന്ന ഒരു യാദൃശ്ചികതയാകാം, ഒരു വിധിയുടെ വൈപരീത്യമാവാം എന്നുള്ളതാണ് ഞാനും കരുതുന്നത്. കാരണം ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ നാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂമംഗലം എന്ന് പറയുന്ന ഒരു കുഗ്രാമമാണ്. അവിടെ നിന്നും ജീപ്പിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 29-ാം നോൻപിൻ്റെ അന്ന് ജീപ്പിൽ മുതിർന്ന ആളുകൾ നേരെ തളിപ്പറമ്പ് വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് പോയി അവിടെ കാത്ത് നിൽക്കുന്നു. ഈ കാപ്പാട് നിന്നും വല്ല വിവരവും ലഭിച്ചോ അല്ലെങ്കിൽ പാണക്കാട് നിന്നും വല്ല വിവരവും ലഭിച്ചോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. അന്ന് ഫോണില്ല, PP എന്ന ഒരു സമ്പ്രദായം, പോയി പറയുക, ഫോണുള്ള ഇടത്ത് നിന്ന് പാണക്കാടേക്ക് വിളിച്ച് വല്ല വിവരവും കിട്ടിയോ എന്ന് അന്വേഷിച്ച് 1-2 മണിക്കൂറുകളൊക്കെ കാത്തിരുന്ന് പിന്നീട് അവർ ആ വിവരമറിഞ്ഞ് അവർ തിരികെ ജീപ്പിൽ വന്ന് നാട്ടിലെ പള്ളിയിൽ, പൂമംഗലം ഖലീലുല്ലാ മസ്ജിദും മഴൂർ മസ്ജിദും ഒക്കെയാണ്, ജുമാ മസ്ജിദും ഒക്കെയാണ് അന്ന് ഞങ്ങളുടെ ആശ്രയം. അവിടെയുള്ള ഇമാമുമാരെ വിവരമറിയിച്ച് അവിടെ നിന്നും തക്ബീർ ധ്വനികൾ കേൾക്കുമ്പോഴാണ് നാളെ പെരുന്നാളാണ് എന്നറിയുക. പക്ഷേ ഇന്ന് ഒരുപക്ഷെ പൊന്നാനിയിൽ മാസം കണ്ട വിവരം ഔദ്യോഗികമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥിരീകരിക്കും മുൻപ് തന്നെ നമ്മൾ അത് കൊടുക്കാൻ സാധിച്ചു കേരള വിഷൻ ന്യൂസിന്. അതിന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നു എന്ന കാര്യവും, നേരത്തെ അതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും ഔദ്യോഗിക സ്ഥിരീകരണം വന്നപ്പോൾ അത് ഔദ്യോഗിക സ്ഥിരീകരണത്തോടു കൂടി നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അത് ടെക്നോളജിയുടെ ഒരു വികാസമാണ്, പ്രത്യേകിച്ച് മാധ്യമരംഗത്തിൻ്റെ ഒരു വലിയ വികാസമാണ്. എന്തായാലും ഇത്തവണത്തെ ചെറിയ പെരുന്നാളും കുടുംബസമേതം തന്നെ ആഘോഷിക്കണം. അതിനായി എൻ്റെ നാടായ തളിപ്പറമ്പ് കണ്ണൂർ തളിപ്പറമ്പ് പൂമംഗലത്തേക്ക് പോകണം നാളെ. അങ്ങനെയാണ് നാളത്തെ ആഘോഷം. ശരി ശരി, എന്തായാലും റിയാസിന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ചെറുപ്രായത്തിൽ റിയാസ് ഇത്രയും ആഘോഷങ്ങളൊക്കെ ആഘോഷ രീതികളൊക്കെ പങ്കുവെക്കുകയാണ്. അപ്പോൾ മുതിർന്നവർക്കൊക്കെ എന്തുമാത്രം ആഘോഷം ലഹരി നൽകുന്നതാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. വിശ്വാസ സമൂഹം വളരെ പ്രാർത്ഥനയോടെ ഈ നിമിഷങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ആശംസകൾ. എന്തായാലും പൊന്നാനിയിൽ മാസപ്പിറ കണ്ടു, നിലാവ് കണ്ടു എന്ന് റിയാസ് അറിയിച്ചിരുന്നു നമ്മളെ. പക്ഷെ നമുക്ക് ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കേരള വിഷൻ തന്നെയാണ് ഇത് ആദ്യമായി ഏറ്റവും ആദ്യം നൽകിയതും നാളെ ചെറിയ പെരുന്നാൾ ആയിരിക്കും എന്നുള്ള സൂചന വ്യക്തമായി നൽകിയതും. ഓക്കെ റിയാസ്, എല്ലാ ആശംസകളും നേരുകയാണ്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ്
സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആശംസകൾ അദ്ദേഹത്തിന്റെ